യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഭാവന, സെർവിക്കൽ കോളർ എടുത്തപ്പോ കുഴപ്പമെന്തെങ്കിലും തോന്നുന്നുണ്ടോ? പെയിൻ ഉണ്ടോ ഭാവന? ഇനി മുതൽ ഭാവനയ്ക്കുള്ള മെഡിസിൻസ് ഞാൻ കൊടുത്തോളാം സൂര്യ. പിന്നെന്താ? പക്ഷേ ഒന്ന് രണ്ട് മെഡിസിൻ ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. എന്തെങ്കിലും സംശയം വന്നാൽ എന്നോട് ചോദിക്കണം. ഓക്കേ സൂര്യ. ഈ ടാബ്ലറ്റ് ഒരിക്കലും മുടങ്ങാൻ പാടില്ല. ബ്ലഡ് സർക്കുലേഷൻ നോർമലാകാൻ വേണ്ടിയിട്ടുള്ളതാ. ഓക്കേ സൂര്യ. ഒരു ടാബ്ലറ്റ് ഒഴികെ ബാക്കി എല്ലാ ആഹാരത്തിന് ശേഷം കഴിക്കാനുള്ളതാ. ഇതുപോലെ പലർക്കും ഒരുപാട് മരുന്നുകൾ കൊടുത്തിട്ടുള്ള ആളാ ഭാവന. അതിന്റെയൊക്കെ ചിന്തയായിരിക്കുമല്ലേ ഭാവന? മതി. ഇവന്റെ കാര്യം നീ കഴിക്ക്. വേണ്ട വേണ്ട. അണ്ണാ, സത്യത്തിൽ ഈ രംഗം ഞാൻ കണ്ടപ്പോ വല്ലാതായിപ്പോയി. അതുകൊണ്ട് ഞാൻ അണ്ണനെ വിളിച്ചുകൊണ്ടുവന്ന് കാണിച്ചത്. ഈശ്വര, ഈ കാര്യം ഭാമ അറിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചിട്ട് എല്ലാം കൊണ്ടും അബിയുടെ മനസ്സ് കൈവിട്ടു പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കൂ? നീ വാ, നമുക്ക് അബിയോടും സംസാരിക്കാം. അണ്ണാ, വെറുതെ നമ്മളുടെ വില കളയണോ? നമുക്കിത് കണ്ടതായിട്ട് ഭാവിക്കണോ? വേണം. ഇവിടെ ഭാമയുടെ ഭാവിയാണ് എനിക്ക് പ്രധാനം. അബി ഇങ്ങനെ കുടിച്ച് നശിക്കുന്ന അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. എടാ, ഒന്നാമതുള്ളൊരു പാവാണ്, അതിൻ്റെ കൂടെ ഒന്നും താങ്ങത്തുമില്ല. നീ വാ. എടാ അബി, നീ എന്തായി കാണിക്കുന്നത്? എന്തിനാ ഇങ്ങനെ പതിവില്ലാത്ത ശീലമൊക്കെ? അയ്യോ, നല്ല പാർട്ടിയാ പ്രതീക്ഷിക്കുന്നത്. വേണമെങ്കിൽ രണ്ടെണ്ണം അടിച്ചിട്ട് പോകുന്നത് കേട്ടാ. എടാ അബി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിനക്ക് വേണ്ടുന്ന പണിയല്ലിത്. നീ ഇങ്ങനെ നശിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ നശിച്ചു എന്ന് ആരാ പറഞ്ഞേ? വെറുതെ അങ്ങനെ ആരും പറയില്ല. കോടീശ്വര പുത്രനായ എന്നെ ആരും നശിപ്പിക്കാൻ നോക്കുകയും വേണ്ട. പിന്നെ അല്ല. അബി, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ദേവി ഇതിങ്ങനെ കുടിക്കരുത്. എനിക്ക് ആരുടെ ഉപദേശം വേണ്ട. എന്റെ മനപ്രയാസം മാറാണ് ഞാൻ കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഹാപ്പിയാണ്. ഞാൻ പറയുന്നത് കേക്ക്. നീ ഇപ്പൊ വീട്ടിലേക്ക് വാ. എന്തെങ്കിലും നമുക്ക് സമാധാനം ഉണ്ടാക്കാം. വീടോ? ഏത് വീട്? എനിക്കിപ്പം വീടൊന്നുമില്ല. എടാ, ഞാനിപ്പം വഴിയാതാരാ. എന്റെ അമ്മയ്ക്കും എന്നെ വേണ്ട, എന്റെ ഭാര്യയ്ക്കും എന്നെ വേണ്ട. അതെ, വേണ്ട. പിന്നെ ഏത് വീട്? എടാ നോക്ക്, എടാ ഭാമ നിനക്ക് വേണ്ടി കാത്തിരിക്കുക. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. സോറി ചെയ്തു കേട്ടോ. ഭാമയ്ക്ക് ഇപ്പം നിങ്ങളൊക്കെ ഇല്ലേ, എന്നെ വിട്ടേക്ക്.
ഞാനിവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോളാം. അബിയെ ഇങ്ങനെ വഴിതെറ്റിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. അനുഭവം കൊണ്ട് പറയാ, മദ്യപാനം കൊണ്ട് ഒന്നും നേടാനില്ല. അയ്യോ, ഉപദേശത്തിന് നന്ദി. മദ്യപാനം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. എടാ വഴിയടാ. സേതു വേട്ടാ, ഉള്ള ബഹുമാനം കൊണ്ട് പറയുക, പോകാൻ നോക്ക്. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക. സേതുണ വാ, ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും അബിയുടെ തലയിൽ കയറില്ല. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ. അങ്ങനെ വിളിച്ചോണ്ട് പോകും. ചെല്ലു സേതു വേട്ടാ. അല്ലെങ്കിൽ ഉറങ്ങാൻ കഴിച്ചിട്ട് പോ. ഒഴിടാ. അണ്ണ വാ. വേണ്ട, നീ ഒഴിയടാ. മതി മതി. സേതുവേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ടമ്മേ. ഭാവനയുടെ ഈ അവസ്ഥയിൽ കുറച്ച് ദിവസമെങ്കിലും അവളെ നമ്മുടെ ഒപ്പം നിർത്തണ്ടേ? അതിന് നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ, സൂര്യമുൻ സമ്മതിക്കാഞ്ഞിട്ടാ. ഭാവനയെ പഴയ പോലെ ആക്കിയെടുക്കാതെ സൂര്യകുഞ്ഞ് അവളെ വിട്ടുതരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മാനസ എത്രയെന്നും പറഞ്ഞ അമ്മേ ഭാവനയെ നോക്കുന്നത്. ചേന്നർമല ആന്റി ആണെങ്കിൽ ഭാവനയുടെ അടുത്തേക്ക് വരുന്ന പോലും ഞാൻ കണ്ടില്ല. ജയക്കിപ്പോഴും ഭാവനയുള്ള ദേഷ്യവും വെറുപ്പും മാറിയിട്ടില്ല. അത് സൂര്യയ്ക്കും സൂര്യയുടെ അച്ഛനും നന്നായിട്ടറിയാം. അതൊക്കെ കൊണ്ടാമേ സേതുവേട്ടൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. നോക്കാം മായേ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവിടെ ഭാവനയ്ക്ക് ഉണ്ടായാൽ അന്നേരം സൂര്യമോൻ അവിടെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യും. അക്കാര്യത്തിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. എന്താ സേതുവേട്ടാ മുഖം വല്ലാതിരിക്കുന്നു? എന്താ രമേശ്, എന്തു പറ്റി? ഞങ്ങളിപ്പോ വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ട് വരികയാണ് മായേച്ചി. അപ്രത്യക്ഷമായി ഞങ്ങൾ ഇന്ന് അബിയെ കണ്ടു. സത്യമാണോ? എവിടെ വെച്ച്? എവിടെ വെച്ചാ അബിയെ കണ്ടത്? അത് സേതുവണ്ണം പറയൂ അമ്മേ. എന്താ സേതു? അബി ഇപ്പൊ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയിരിക്കാമേ. അവനും അവന്റെ കൂട്ടുകാരുടെ മദ്യപിക്കുന്നതിനായിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. എന്താ സേതുവേട്ടാ, സത്യമാണോ ഈ കേട്ടെ? അതേ മായേച്ചി, സത്യം തന്നെ. ഞങ്ങൾ കണ്ടപ്പോ വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നിട്ട് നിങ്ങളെ അഭിമുഖം കണ്ടോ? മക്കളൊന്നും ചോദിച്ചില്ലേ? ഞങ്ങൾ കണ്ടമേ, സംസാരിക്കുകയും ചെയ്തു. വീട്ടിലേക്ക് വിളിച്ചപ്പോ വരുന്നില്ല എന്ന് പറഞ്ഞു. അബിയെ കുറിച്ച് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്ന എന്നോടുള്ള ദേഷ്യം തീർക്കുന്നതാവും. നിന്നോട് അതിന് അബിക്ക് എന്ത് ദേഷ്യം ഉള്ളത് മോളെ? ഇത് അവന്റെ അമ്മയോടുള്ള ദേഷ്യം തീർക്കുന്നതായിരിക്കും. എന്നെ വേറെ വീട്ടിലേക്ക് താമസത്തിന് വിളിച്ചപ്പോ പോകാത്തതുണ്ടാവും. അങ്ങനൊന്നും ആവില്ല ഭാമേ, ഇത് വീട്ടിലെ പ്രശ്നം തന്നെയാവും. സേതുട്ടാ, ഞാനും കൂടി വരാം. എനിക്ക് അബിയോട് സംസാരിക്കണം. വേണ്ട മോളെ, നിന്റെ ഈ അവസ്ഥയില് ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോകാതിരിക്കുന്നത് നല്ലത്. ബാമ സമാധാനപ്പെട്, നമുക്ക് അബിയോട് സംസാരിക്കാം. പക്ഷേ അതിപ്പോ വേണ്ട. ഇപ്പൊ എന്തു പറഞ്ഞാലും അവന്റെ തലയിൽ കയറി. പ്രതാപനങ്ങളിലൊന്ന് വിളിച്ച് കാര്യം പറഞ്ഞാലോ സേതുവേട്ടാ? അതൊന്നും വേണ്ട മായേച്ചി. അച്ഛൻ ഇതൊന്നും താങ്ങാനായെന്ന് വരില്ല.